സൈനിക് സ്കൂൾ എൻട്രൻസ് ആപ്ലിക്കേഷൻ വന്നിരിക്കുകയാണ് അല്ലേ. ഒക്ടോബർ 30 ആപ്ലിക്കേഷൻ വയ്ക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, എന്തൊക്കെയാണ് ഈ പറഞ്ഞ സൈനിക് സ്കൂൾ എൻട്രൻസിന് ആപ്ലിക്കേഷൻ വയ്ക്കാനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറയും. അതായത് നമ്മുടെ കുട്ടിയുടെ ഒരു ഫോട്ടോഗ്രാഫ് വേണം. ഈ ഫോട്ടോഗ്രാഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അതായത് ഈ പറഞ്ഞ പോലെ റീസെൻ്റ് ആയിട്ടെടുത്ത ഒരു ഫോട്ടോ ആയിരിക്കണം. കുട്ടിയുടെ പേരും അതുപോലെ തന്നെ ആ ഫോട്ടോഗ്രാഫ് എടുത്ത ദിവസവും മെൻഷൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ സിഗ്നേച്ചർ വേണമെന്ന് പറയുന്നുണ്ട്. ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ, കുട്ടിയുടെ ലെഫ്റ്റ് ഹാൻഡിൻ്റെ തമ്പ് ഇംപ്രഷനും അതുപോലെ തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ്, DOB സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് സൈറ്റിൽ ചോദിക്കുന്നത് ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ്. പിന്നെ സ്കൂൾ സർട്ടിഫിക്കറ്റ്, അതായത് തൊട്ട് മുന്നേ കുട്ടി ഏത് ക്ലാസ് ആണോ പാസ്സായത് ആ പാസ്സായതിൻ്റെ ഒരു സ്കൂൾ സർട്ടിഫിക്കറ്റും വയ്ക്കണം. അതോടൊപ്പം തന്നെ ഡോമിസൈൽ സർട്ടിഫിക്കറ്റ്. എന്താണ് ഡോമിസൈൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് കുട്ടി ഏത് സ്ഥലത്ത് റെസിഡൻ്റ് ആണ്, ഇങ്ങോട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ വയ്ക്കുന്നത്, ഏത് സൈനിക് സ്കൂളിലേക്കാണ് ആപ്ലിക്കേഷൻ വയ്ക്കുന്നതെന്നനുസരിച്ച് കുട്ടി ഏത് സ്ഥലത്ത് റെസിഡൻ്റ് ആണെന്നുള്ളതാണ് ഈ പറഞ്ഞ ഡോമിസൈൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. കുട്ടിക്ക് ഡോമിസൈൽ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പേരൻറ്റിൻ്റെ ഡോമിസൈൽ സർട്ടിഫിക്കറ്റ് മതി എന്നും സൈറ്റിൽ പറയുന്നുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ നിങ്ങൾക്ക് ഡോമിസൈൽ സർട്ടിഫിക്കറ്റ് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ റിസർവേഷൻ ഉള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. ഇനി സർവീസിലുള്ള, അതായത് ഡിഫൻസ് സർവീസിലുള്ള ആളുടെ കുട്ടിയാണെന്നുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യുന്ന ഒരു സർവീസ് സർട്ടിഫിക്കറ്റും കുട്ടിയുടെ ID പ്രൂഫ്, അതായത് ആധാറോ പാൻ കാർഡോ സ്കൂൾ IDയോ അല്ലെങ്കിൽ കുട്ടിയുടെ പാസ്പോർട്ടോ എല്ലാം നിങ്ങൾക്ക് ID പ്രൂഫായിട്ട് ഉപയോഗിക്കാം. ഇത്രയും കാര്യങ്ങളാണ് സൈനിക് സ്കൂൾ എൻട്രൻസിൻ്റെ ആപ്ലിക്കേഷൻ വയ്ക്കാനായിട്ട് ഒരു കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്.